DP 27. Why? In a manufacturing unit, production overhead were recovered. Recovered in the മറ്റൊരു പേരെന്താ? Absorbed. Are predetermined rate. എങ്ങനെയാണ് predetermined rate? 25 per man day അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പറയാൻ പറ്റുമോ? എങ്ങനെ 25 എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക? ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ബേസ്. ഇവിടുത്തെ ബേസ് ഏതാ? മാൻ ഡേ. അതായത് ആളുകൾ എത്ര ദിവസം പണിയെടുത്ത്. ഇവിടെ വേറെ ബേസ് അവർ വന്നത് ഡിവൈഡ് ബൈ മാൻ ഡേയ്സ്. പിന്നെ വൈകി ടോട്ടൽ ഇതേ ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ട കുട്ടി, ശ്രദ്ധിക്കില്ലേ അല്ലേ? നല്ലപോലെ ഇരി. ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് എക്സ്പെൻസ് ഇൻകേർഡ് ആൻഡ് മാൻ ഡേയ്സ് ആക്ച്വലി വർക്ക്ഡ് എത്രയാണ്? 41,50,000 ആൻഡ് 1.5 lakh മാൻ ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ അല്ലേ? രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ ഓവർഹെഡ് എത്രയെന്ന് പറയൂ. 41,50,000. ശ്രദ്ധിക്കേണ്ട നിങ്ങള്. ഓക്കെ, യെസ്. ആക്ച്വൽ ഓവർഹെഡ് എത്രയെന്ന് പറഞ്ഞിട്ട് 41,50,000. പിന്നെ എത്രയാണ് മാൻ ഡേയ്സ് വർക്ക് ചെയ്തുള്ളത്? 1,50,000. അപ്പൊ ഈ 1,50,000 ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 25 അടിച്ചാൽ എന്ത് കിട്ടും? അബ്സോർബ്ഡ് ഓവർഹെഡ് കിട്ടും. ഓക്കെ ആണോ? എത്ര കിട്ടും? 37,00,000. ഓക്കെ, മൈനസ് 41,50,000. 4 ലക്ഷം. ഇത് അണ്ടർ ആണോ ഓവർ ആണോ? അണ്ടർ. അബ്സോർബ്ഡ് കുറവല്ലേ? അണ്ടർ. 4 ലക്ഷം അണ്ടർ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 1 എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് അണ്ടർ ഓവർ അബ്സോർപ്ഷൻ കണ്ടു. ദെൻ അടുത്ത് ഔട്ട് ഓഫ് വൈക്കും 40,000 യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് 30,000 were sold. അപ്പൊ എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരാം? 10,000. സിമ്പിൾ അല്ലേ? 40,000 ഉണ്ടാക്കിയിട്ട് 10,000 എന്ത് ചെയ്തു? വിറ്റു. ക്ലിയർ? യെസ്. ഇവിടെ എന്തില്ല? വർക്ക് ഇൻ പ്രോഗ്രസ് ഇല്ല. ഈക്വൽ യൂണിറ്റ് എത്ര വരാം? 40,000. യൂണിറ്റ് സോൾഡ് എത്ര? 30. ഫിനിഷ്ഡ് എത്ര? 10. അപ്പൊ ടോട്ടൽ എത്ര വരാം? 40 അല്ലേ? ഡയറക്റ്റ് തന്നല്ലേ? ഓക്കെ. On the analysis of the reason, the reason നോക്കിയപ്പോൾ 60% അൺഅബ്സോർബ്ഡിന്റെ കാരണം എന്താണ്? ഡിഫക്റ്റീവ് പ്ലാനിങ്. ഒന്നും നോക്കല്ല. റെസ്റ്റ് വേർ അട്രിബ്യൂട്ടബിൾ ഇൻക്രീസ് ഇൻ ദ ഓവർഹെഡ് കോസ്റ്റ്. അപ്പോൾ ഈ 60% ഉള്ളത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും? പറയടാ. കോസ്റ്റിംഗ് ചെയ്യാൻ. ബാക്കിയുള്ളത് എന്തിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ? സപ്ലിമെന്ററിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഹൗ ഡു യു അൺഅബ്സോർബ്ഡ് ഓവർഹെഡ് ബി ട്രീറ്റഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്? എങ്ങനെയാണ് അൺഅബ്സോർബ്ഡ് ഓവർഹെഡ് എന്ത് ചെയ്യുക? കോസ്റ്റ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത്? ചോദ്യം. ഓക്കെ അല്ലേ? ഇവിടെ തന്നെ ചെയ്തുതരാം. ശ്രദ്ധിക്കുക പ്ലീസ് പ്ലീസ് പ്ലീസ്. സ്റ്റെപ്പ് 1 എന്താ? സ്റ്റെപ്പ് 1 പറഞ്ഞാൽ മതി. കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവർ ഓർ ഏതാ? അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അങ്ങനെ കൃത്യമായിട്ട് എഴുതും. എന്നിട്ട് ആക്ച്വൽ ഓവർഹെഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 41,50,000. അടുത്ത് അബ്സോർബ്ഡ് എങ്ങനെ കാണാം? 1,50,000 മാൻ ഡേയ്സ് ആണ്. ഒരു മാൻ ഡേയ്സിന് എത്ര? 25 റുപ്യ വെച്ചിട്ടാണ് ഫാക്ടറി ഓവർഹെഡ് എന്ത് ചെയ്യുന്നത്? ഇൻക്വയറി. എത്ര വരും എന്ന് പറഞ്ഞാൽ 37,50,000 ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ അബ്സോർപ്ഷൻ കിട്ടും. എത്രയെന്നാ പറഞ്ഞത്? 4 ലക്ഷം. അടുത്ത സ്റ്റെപ്പ് ഏതാ? അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുൻപേ ശ്രദ്ധിക്കണം. ഈ 4 ലക്ഷത്തില് എത്രയാണ്? 2 മാറ്റാം. ഒന്ന് ഏതാണ്? 60%. പിന്നെ എത്രയാ? 40%. 60% എത്ര വരാം? 2 ലക്ഷത്തി. അപ്പൊ 1,60,60,000 ആണ് ഇത് വരാം സപ്ലിമെന്ററിയിലേക്ക്. അപ്പൊ ഇത് എവിടേക്ക് പോവാ? ടു എവിടേക്കാ? കോസ്റ്റിംഗ് P&L. അതിന്റെ എൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എന്താ? കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഫാക്ടറി ഓവർഹെഡ്. അത് ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിലോ നേരെ തിരിച്ച് ഏതാ? ഫാക്ടറി ഓവർഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കോസ്റ്റിംഗ് P&L. ഓക്കെ, ഇത് എന്തിലേക്കുള്ളതാ? സപ്ലിമെന്ററി റേറ്റ് അപ്ലൈ ചെയ്യാനുള്ള. അപ്പൊ അടുത്ത സ്റ്റെപ്പ് പോവാം. സ്റ്റെപ്പ് ഏതാ? 2 പറയും. ടോട്ടൽ ഈക്വലന്റ് യൂണിറ്റ്, ഷോർട്ടാക്കി EU എന്ന് പറയും. എത്രയാണത്? ഓൾറെഡി തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് ഏതാ? ഫിനിഷ്ഡ് ഗുഡ്സ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാ? 30,000. ഫിനിഷ്ഡ് എത്രയാ? 10,000. സത്യത്തിൽ ഡയറക്റ്റ് അവർ എത്ര തന്നിട്ടുണ്ട്? 40,000 ഉണ്ടാക്കിയിട്ടായിരുന്നു 30,000 വിറ്റ് തന്ന. അങ്ങനെയാണല്ലോ. ഓക്കെ, ഈ സ്റ്റെപ്പ് ഏതാ? 3. ഏതുണ്ടാക്കുകയാണ്? സപ്ലിമെന്ററി റേറ്റ് കാണുന്നതാണ്. സപ്ലിമെന്ററി റേറ്റ് എങ്ങനെ കാണാം?
സ്റ്റെപ്പ് 1 ഡിവൈഡ് ബൈ സ്റ്റെപ്പ് 2. അതിൽ മൊത്തം 4 ലക്ഷം എടുക്കാൻ പറ്റുമോ? ഇല്ല. എത്ര എടുക്കാൻ പറ്റുള്ളൂ? 1,60,000. 1,60,000 ഡിവൈഡഡ് ബൈ 40,000 എത്ര വരും? 4. സ്റ്റെപ്പ് ഏതാ? 4. ചാർജ് എന്ത്? ചാർജ് സപ്ലിമെന്ററി റേറ്റ് ടു കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ മുകളിൽ 30,000 ഇൻറ്റു 4 1,20,000. ഓക്കെ അല്ലേ? ഇതിനടുത്ത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ മുകളിൽ 10,000 ഇൻറ്റു 4 40,000. രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ എത്ര വരും? 1,60,000 വരും. ഓക്കെ അല്ലേ? ഒറ്റ എൻട്രി ചെയ്തിട്ട് അവസാനിപ്പിക്കുക. സ്റ്റെപ്പ് ഏതാ? 5. എന്താ ജേണൽ എൻട്രി പറയും? ആദ്യം കോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ആദ്യം ഏതാണ്? കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ഡെപ്റ്റർ. ഒറ്റ എൻട്രി എഴുതിയ പോലെ എത്ര? 2,40,000. 2 ആയില്ല. പിന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാ? 1,20,000. ദെൻ 40,000 ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട്. 2 ഏതാ? ഫാക്ടറി ഓവർഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. എത്ര എമൗണ്ട്? 4 lakh. സിമ്പിൾ അല്ലേ? അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുള്ളത് CA ഒരു തുളസിയാൻ തൊട്ടൊരു ഓതർ ബുക്ക് ചെയ്യുന്നതാണ്. പക്ഷെ രസം എന്താ വെച്ചാൽ അപ്പോൾ നമ്മുടെ പുതിയ സിലബസ് ഇല്ലേ, അതിൽ സെയിം ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പി പേസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അല്ല ഒരു നെഗറ്റീവായിട്ട് പറയില്ല, സ്വാഭാവികം റെഫർ ചെയ്തിട്ട് പലയിടത്തുനിന്ന് എടുക്കുമല്ലോ, അത്രേ ഉള്ളൂ.